ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കസിൻസ് ബി സിയുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, എല്ലാവർക്കും ന്യൂ ഇയർ ആശംസകൾ. ഇന്നിപ്പോൾ 2025 ഗൈസ്. നമ്മളപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു മൂവി റിവ്യൂ ആയിട്ടാണ്. നമ്മൾ കണ്ട സിനിമ മുഫാസ ദ ലയൺ കിങ് എന്ന സിനിമയെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് നേരെ റിവ്യൂയിലോട്ട് പോകാം. സിനിമ ഒരു മനോഹരമായ പടമാണ്. കുട്ടികൾക്കൊക്കെ ശരിക്കും ഇഷ്ടപ്പെടും. കാരണം ഇതൊരു അനിമേറ്റഡ് മൂവി ആയതുകൊണ്ട് ഫാമിലിക്കൊക്കെ ഇഷ്ടപ്പെടും. പിന്നെ അത്യാവശ്യം കോമഡിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിനേക്കാളും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഫസ്റ്റ് ലയൺ കിങ് ആണ് കേട്ടോ. ഈ സിനിമയിൽ നമുക്ക് നല്ലൊരു മനോഹരമായ 3D എക്സ്പീരിയൻസ് ഒക്കെ കിട്ടും. എടുത്തു പറയേണ്ട കാര്യം, മ്യൂസിക് നല്ലതാണ്. ഡിസ്നിയുടെ പടം ആയതുകൊണ്ട് നല്ല മ്യൂസിക്കാണ്. പിന്നെ വിഷ്വൽസ്, അതും നല്ലൊരു വിഷ്വൽസ്, മറ്റേ ക്യാമറ ഷോട്ട്സൊക്കെ നല്ലതായിരുന്നു. മൊത്തത്തിൽ ഈ പടം ഫാമിലിക്കും കുട്ടികൾക്കും വേണ്ടി ഉണ്ടാക്കിയേക്കുന്ന പടമാണ്. ഒരു അനിമേറ്റഡ് കോമഡി സംഭവം നല്ലതായിരുന്നു മൊത്തത്തിൽ ഈ പടം. എൻ്റെ ഒപ്പീനിയനാട്ടോ. പിന്നെ വിഷ്വൽസൊക്കെ നല്ലതായിരുന്നു. പിന്നെ ഫസ്റ്റ് പാർട്ട് ലയൺ കിങ് ഫസ്റ്റ് പാർട്ടിനേക്കാളും സെക്കൻഡ് പാർട്ടിൻ്റെ കുറച്ചും കൂടി ടെക്നിക്കൽ സൈഡ്സ് ആയാലും വിഷ്വൽസ് ആയാലും മ്യൂസിക് ആയാലും കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ടൈപ്പായിരുന്നു. അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പടത്തിൻ്റെ 3D എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് അറിയില്ല. കാരണം ഫസ്റ്റ് പടം ഞാൻ തിയേറ്ററിലല്ല കണ്ടത്. സെക്കൻഡ് പാർട്ടാണ് ഞാൻ തിയേറ്ററിൽ കണ്ടത്. ഫസ്റ്റ് പടം OTTയിൽ ഇറങ്ങിയപ്പോഴാണ് കണ്ടത്. ഇതൊക്കെയാണ് മുഫാസ എന്ന സിനിമയെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ നമ്മൾ വേറൊരു സിനിമയും കൂടി കണ്ടായിരുന്നു. ബറോസ് എന്നാണ് സിനിമയുടെ പേര്. ദ ഗാർഡിയൻ ഓഫ് ട്രഷർ, മോഹൻലാലിൻ്റെ പടമാണ്. ഈ സിനിമയിൽ നമ്മൾ ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേണമെങ്കിൽ കണ്ടാൽ മതി. പിന്നെ രണ്ടാമത്തെ കാര്യം, തിയേറ്ററിൽ കാണണമെങ്കിൽ 3D എക്സ്പീരിയൻസ് നല്ലതായിരിക്കും. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. 3 കാര്യങ്ങൾ കിട്ടുള്ളൂ. വേറൊരു കാര്യം, നിങ്ങൾക്ക് സമയം ഇഷ്ടം പോലെ ഉണ്ടെങ്കിൽ നിനക്കിത് തിയേറ്ററിൽ പോയി കാണും എന്നാണ് എനിക്ക് പറയാം. അതും വേണമെങ്കിൽ കണ്ടാൽ മതി. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ ഈ പടം ഒരു എന്താ പറയുക, ഒരു സുഖമില്ല, ബോറടിക്കുക എനിക്ക് ഈ സിനിമ കണ്ടിട്ട്. തോന്നുന്നത് ഈ സിനിമേൻ്റെ 3D എക്സ്പീരിയൻസ്. പിന്നെ എനിക്ക് നല്ല വിശപ്പുണ്ടായതുകൊണ്ടാണ്. സത്യം പറയാം, പടത്തിൻ്റെ 3D എക്സ്പീരിയൻസ് ഒരു രക്ഷയുണ്ടായില്ല. നമ്മൾ സാധാരണ മൂവീസിൻ്റെ 3D എക്സ്പീരിയൻസ് പോലെയല്ല, ശരിക്കും അടുത്തോട്ട് ഇങ്ങനെ വന്നിക്കണ പോലെ ഉണ്ടാവും. അതിൻ്റെ കാരണം നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു. ഇത് ഒറിജിനൽ 3D ക്യാമറയിൽ പിടിച്ചതാണ്. അതുകൊണ്ടാണ് എനിക്ക് ശരിക്കും ലാഗിങ് ആയിട്ട് തോന്നി. അതുകൊണ്ട് എനിക്ക് നല്ല ഉറക്കം വരാണ്ടായി. പടമൊക്കെ ചിലവർക്കൊക്കെ ഇഷ്ടപ്പെടും. ഒരു ഫാമിലി അങ്ങനത്തെ ആൾക്കാർക്ക് ഫാമിലിക്ക് ഇഷ്ടപ്പെടുമെന്നറിയില്ല. കുട്ടികൾക്ക് ചിലവർക്കൊക്കെ ഇഷ്ടപ്പെടും. എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടില്ല. വേണമെങ്കിൽ 1 ടൈം വാച്ചബിൾ എന്ന് പറയാം. ഒരു പ്രാവശ്യമൊക്കെ ഇരുന്ന് കാണാം. അത് സമയം ഉണ്ടെങ്കിൽ മാത്രം കണ്ടാൽ മതി എന്നേ ഞാൻ പറയുള്ളൂ. ഏറ്റവും കൂടുതൽ ലാഗായിട്ട് തോന്നിയത് സത്യം പറഞ്ഞാൽ 2 ഹാഫ് ലാഗാണ്. പക്ഷെ അതിനകത്ത് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് സെക്കൻഡ് ഹാഫാണ് കുറച്ചും കൂടി എനിക്ക് ശരിക്കും ലാഗായിട്ട് തോന്നിയത്. ഫസ്റ്റ് ഹാഫ് അത്ര ലാഗിങ് ഉണ്ടായില്ല. സെക്കൻഡ് ഹാഫ് ഭയങ്കര ഇതായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ബറോസ് ദ ഗാർഡിയൻ ഓഫ് ട്രഷർ എന്ന് പറഞ്ഞ മോഹൻലാൽ തന്നെ സംവിധാനം ചെയ്ത സിനിമയെക്കുറിച്ച്, 3D സിനിമയെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ ഇന്ന് ഈ വീഡിയോയിൽ ഉണ്ടായിരുന്നത്. മുഫാസേൻ്റെ റിവ്യൂവും ബറോസിൻ്റെ റിവ്യൂവും. വേറെ വീഡിയോ ഒക്കെ ഇടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഒറ്റ വീഡിയോയിൽ ഇടണേ. അപ്പോൾ ഗൈസ്, എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. എല്ലാവർക്കും ബൈ.